യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ അതിരാവിലെ തന്നെ നമുക്ക് എഴുന്നേൽക്കുവാനും ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിനെല്ലാം സാധിക്കും. ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശവും തടയാൻ ഈ ഭൂമിയിലുള്ള ആർക്കും പറ്റുകയുമില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന്, എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമേ നടക്കുകയുള്ളൂ. എനിക്ക് വേണ്ടി ദൈവം പലതും ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ദൈവം സാധിച്ചു തരും. തിരിച്ചൊന്നും ചോദിക്കാറില്ല. എല്ലാം ദാനമായിട്ടാണ് ദൈവം ചെയ്തു തരുന്നത്. പക്ഷെ ഒന്ന് മാത്രം, ആ ദൈവത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുക. ആ ദൈവത്തെ നോക്കി നടക്കുക. ആ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുക. നമ്മളെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശവും ആർക്കും തടയാൻ പറ്റില്ല. ദൈവമാണ് നമ്മളെക്കുറിച്ച് ഓരോ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. അത് നിങ്ങളിലൂടെ നടക്കുന്നു മാത്രം. ആ ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടെ ആയിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം സാധിച്ചു തരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.